ഒരു ആവറേജ് മൂവിയുടെ ഒരു വൺ ടൈം വാച്ച് കേട്ടോ. പിഷാരടി തന്നിട്ടുണ്ട്, ബാക്കി എനിക്ക് അത്ര സൂചിച്ചില്ല, വലിയ സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞേക്കാം. ഒന്നും പറയാനില്ല, നമ്മൾ ഇതിന് കളർ ആവറേജ് ഇന്ന് അത് വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. കോമഡിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രമേശ് പിഷാരടി അജു വർഗീസ് കോംബോ നന്നായിട്ട്. അതെ, ആ കോംബോ എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതാണ്. പക്ഷെ എല്ലാവരും നല്ലായിരുന്നു. അതെ അതെ അതെ, സാധ്യതയുണ്ട്. അടിപൊളി അടിപൊളി പടം, നല്ല പടം. ചിരിക്കാണ്ട് നല്ല. പിഷാരടിയൊക്കെ നല്ല പെർഫോമൻസാണ്. നല്ല പടം. നല്ല പടം. ചിരിക്കാണ്ട് കേട്ടോ, നല്ല എന്റർടൈൻമെന്റ് ആണ്. നല്ല അടിപൊളി പടം. കോമഡിയാണ്, എല്ലാവരും പോയി കാണണം. നല്ല ഫാമിലി ആയിട്ടൊന്നും ചിരിക്കാൻ പറ്റുന്ന സിനിമ. നല്ലതായിരുന്നു. ദിവ്യൻ ചേട്ടനായാലും ധ്യാൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, അപ്പോൾ എന്തായാലും കോമഡി ഉണ്ടാവും. അപ്പം അടിപൊളിയായിരുന്നു, എല്ലാവരും പോയി കാണാം. യൂത്തിന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അതെ അതെ, കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂവിൽ കാണുന്ന കോമഡി പോലത്തെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. ധ്യാൻ ചേട്ടനെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്കോർ ചെയ്തേക്കുന്ന പിഷാരടി ചേട്ടനും ദിവ്യൻ ചേട്ടനും ഒക്കെയാ. എല്ലാവരും കാണണം. അതെ അതെ അതെ, ശ്രീനിവാസൻ സാറിന്റെ ഒരു എൻട്രി ഉണ്ട്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഒരു നല്ല ഫീലാണ് ഇറങ്ങുമ്പോൾ. പൊട്ടില്ല, ഉറപ്പായിട്ടും പൊട്ടില്ല. നല്ല സിനിമയായിരുന്നു, ബോറൊന്നും അടിച്ചില്ല, പെട്ടെന്ന് തീർന്ന്. അജു വർഗീസും ധ്യാൻ ചേട്ടനും എല്ലാവരും സൂപ്പർ. എല്ലാവരും കാണാൻ പറ്റുന്ന, കുറേ നാളിന് ശേഷം ധ്യാൻ ശ്രീനിവാസൻ ഈസ് ബാക്ക് എന്നൊക്കെ പറയാം. കേട്ടില്ല. നല്ല 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 പരിപാടിയായിരുന്നു. മീൻസ് യൂത്തുകൾക്ക് കാണാൻ പറ്റുന്ന പരിപാടിയാണ്, കണ്ടിരിക്കേണ്ട പരിപാടിയാണ്. വർക്കായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പടം നിങ്ങളെല്ലാവരും കണ്ടോന്ന് അറിയില്ല, എന്തായാലും കാണണം. ഇതൊരു ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഇതിൽ ഞാനൊരു ഹിന്ദി ക്യാരക്ടറാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ നല്ല അസലും മലയാളിയാണ്. അപ്പോൾ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. പിന്നെ പടം എല്ലാവരും പോയി കാണുക. എല്ലാവരുടെയും കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ അജു ചേട്ടൻ്റെയും രമേശ് പിഷാരടി ചേട്ടൻ്റെയും അതുപോലെ തന്നെ ജീവ ചേട്ടൻ്റെയും ദിവ്യൻ ചേട്ടൻ്റെയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ധ്യാൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റും നല്ല രസമുണ്ട്. പിന്നെ ശ്രീനി സാർ ആഫ്റ്റർ എ ലോങ് ടൈം ചെയ്യുന്ന ഒരു മൂവിയാണ്. എനിക്ക് ശ്രീനി സാറായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഇല്ല, പക്ഷേ സാർ അഭിനയിക്കുന്ന ഒരു പടത്തിലൊരു ഭാഗമാവാൻ പറ്റിയതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എല്ലാവരും കാണാൻ കുറച്ച് നേരം നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും എന്നുള്ളത് ഷുവർ. ഞാനിതിൽ സൂസൻ എന്നുള്ള പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കണേ. സെക്കൻഡ് ഹാഫിലാണ് ഞങ്ങൾ പോലീസിൻ്റെ പാർട്ട് വരുന്നത്. സോ ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻസ് ഭയങ്കര രസമാണ്. പിന്നെ ഒരു ബാച്ചുലർ ലൈഫിൻ്റെ ചെറിയൊരു സ്ലൈസ്, ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, പല ബാച്ചുലേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ധ്യാൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു രസവും ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീനിവാസ് സർ ഞങ്ങളൊക്കെ അത്രയും അഡ്മയർ ചെയ്യുന്നൊരു ആക്ടറുടെ കൂടെ കുറച്ച് സമയം സ്ക്രീൻ സ്പേസ് ഉണ്ടായി എന്നുള്ളത് വലിയ കാര്യം. ഞാനൊക്കെ ഒരുപാട് ആരാധനയോട് കൂടിയിട്ടാണ് അദ്ദേഹം നേരെ ഫ്രണ്ടിൽ വന്നിരുന്ന അഭിനയിക്കണമൊക്കെ നോക്കി നിന്നിട്ടുള്ളത്. ആക്ച്വലി അത് അഭിനയിക്കരുത്, ഞാനിങ്ങനെ ഭയങ്കര വണ്ടർ അടിച്ചു, ഓ മൈ ഗോഡ്, ഇത് ഇത്ര വലിയൊരു ചാൻസ് എൻ്റെ ലൈഫിൽ കിട്ടുമോ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് എന്നുള്ളത് എനിക്ക് വലിയ കാര്യമായിരുന്നു. സോ അതൊരു വലിയ സന്തോഷം. നിങ്ങളെല്ലാവരും പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ പടമാണ്, ഞങ്ങളുടെയൊക്കെ പലരുടെയും ആദ്യത്തെയും രണ്ടാമത്തെയും ഒക്കെ പടങ്ങളാണ്. അപ്പോൾ എല്ലാവരും കാണും. താങ്ക് യു സോ മച്ച്. എൻ്റർടൈനിങ് മൂവിയാണ്, ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടും വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയും കൂടിയാണ്. വളരെ നന്നായിട്ടുണ്ട്, എല്ലാവരുടെയും നല്ല. ശ്രീനിവാസിൻ്റെ റെസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി എൻ്റർടൈനിങ്. താങ്ക് യു. ആയിരുന്നു. എല്ലാ ഇപ്പോൾ വേറെ സീരിയസ് പടങ്ങളല്ലേ ഇറങ്ങുന്നത്, ഇപ്പോൾ ഒരു കുറച്ച് ചിരിക്കാനുണ്ട് ഇതിനകത്ത്. ഫാമിലിക്കും എല്ലാം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ദിവ്യദർശൻ്റെ അഭിനയം എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പക്ഷേ ദിവ്യദർശൻ ഒരു ബ്രേക്കായിരിക്കും, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മുടെ ന്യൂ ജനറേഷൻ മുകേഷിൻ്റെ അനന്തരവനാണല്ലോ. ആ ഒരു മുകേഷിൻ്റെ ഒരു അഭിനയം ഇതിനകത്ത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ദിവ്യദർശൻ്റെ അഭിനയത്തിൽ. അതിന് വലിയ നോട്ടീസായിട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അത്രയാണ് പറയാനുള്ളത്.
ടോട്ടലി മൂവി നല്ല രസമുണ്ട്. ടൈം പോകുന്ന അറിയുന്നില്ല, ലാഗിങ് ഒന്നുമില്ല. നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു, നന്നായിരുന്നു, വളരെ നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. വിശാരടി നന്നായി ചെയ്തിട്ടുണ്ട്, നല്ലതായിരുന്നു. കോമഡിയൊക്കെ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് അടിപൊളിയായിരുന്നു. അവിടുത്തെ ക്യാമറ ഇട്ടിട്ട് ഓടിയതാ. ക്യാമറ കാണുമ്പോൾ ഓടുന്ന ആളാ. അല്ല, ക്യാമറ കണ്ട് ഓടിക്കളയും. ഇത് വല്ല പടം നന്നായിരുന്നു. ഞങ്ങളിപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ സന്തോഷം ശ്രീനിവാസൻ്റെ ഒരു എൻട്രി അടിപൊളിയായിരുന്നു. കുറച്ചുള്ളെങ്കിലും അത് പടത്തിന് തന്നെ ഒരു ട്വിസ്റ്റായിരുന്നു. പിന്നെ ധ്യാൻ്റെ സ്ക്രിപ്റ്റ് ഗംഭീരം, പ്രൊഡ്യൂസർ ഫ്രണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞല്ല, പടം ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ പടമായിരുന്നു അല്ലേ? അല്ല, ഇപ്പോഴത്തെ യൂത്തിന് വേണ്ട സംഭവങ്ങളും എല്ലാം ഉണ്ട്. പാട്ടാണെങ്കിലും ആ ഒരു ഇതിലുണ്ട്. ഓൾറെഡി എല്ലാത്തിനും പറ്റിയതാണ്. എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ തുറണം ഇത് കൂടോത്രം. അത് പിന്നെ ഇനിയിപ്പോൾ അടുത്ത വേറെ പ്രൊജക്റ്റുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് പബ്ലിഷ് ചെയ്യാറായിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. അതെ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഗംഭീരം. ഫാമിലി ആയിട്ട് വന്ന് കാണാം എല്ലാവരും. നല്ല മൂവിയാണ്.